അയാളുടെ കൈ പിടിച്ച് കണ്ടാലെന്ന് സുമുഖനാണ് കാണാൻ. നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഉസ്താദേ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം തരും. 3 പെൺകുട്ടികളുണ്ട്, 3 പെണ്ണന്മാരുണ്ട്. എനിക്ക് വയസ്സ് 38 ഇതേറെ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ പെണ്ണന്മാർക്ക് മിന്നിലാപ്പാട് എങ്ങനെയാണ് ഞാനൊരു കല്യാണം കഴിച്ച് സുഖിച്ചിരിക്കുക? ഉസ്താദേ, മൂത്ത പെങ്ങൾക്ക് 28 വയസ്സുണ്ട്. സഹോദരങ്ങളെ, അടുത്തിടയതിന് 26 വയസ്സ്, അതിന്റെ ഇടയിൽ 23 വയസ്സ്. പൊട്ടിക്കരഞ്ഞു പോയി. ആ സമയത്താണ് ഞാനൊരു ഹദീസ് ഓർത്തത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആർക്കെങ്കിലും 3 സഹോദരിമാരുണ്ടായാൽ, ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടായാൽ, അവരെ നന്നായിട്ട് വളർത്തിയിട്ട് അവർക്ക് അതവ് പഠിപ്പിച്ചിട്ട് അവരെ ഞാൻ നല്ലൊരു വരന് വിവാഹം ചെയ്തു കൊടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പെൺമക്കളെ വളർത്താൻ വേണ്ടി, പെൺമക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ശുഹദാക്കളെ പോലെയാ, എന്റെ ഹംസയെ പോലെയാ, എന്റെ ഖൈബറിനെ പോലെയാ, എന്റെ സഅദിനെ പോലെയാ റളിയല്ലാഹു തആല അൻഹു. ഒരു മുജാഹിദിന്റെ ഒരു ജിഹാദ് നടത്തിയവന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് 5 സഹോദരിമാരുണ്ടെങ്കിൽ അവരെ 5 പേരെയും മാന്യമായി വിവാഹം ചെയ്തു കൊടുത്താൽ അവന് സ്വർഗ്ഗം ഉറപ്പായി എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗ്ഗം ഉറപ്പല്ലേ സഹോദരങ്ങളെ? അന്നാ സദസ്സിൽ ഞാൻ പറഞ്ഞു, 3 പെൺകുട്ടികളെ നമുക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. ആരാണ് തയ്യാറുള്ളത്? പെങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. എറണാകുളം നഗരത്തിൽ ഈ വിനീതന്റെ പ്രഭാഷണം കേട്ട ഒരു പെണ്ണ്, 1 വളയല്ല 2.5 പവൻ വീതമുള്ള 2 വളയാണ് കയ്യിൽ നൂരിയത്. എന്റെ കയ്യിൽ 1 വളയല്ല 2.5 പവൻ വീതമുള്ള 2 വള കയ്യിൽ നൂരിയിട്ട് ഉസ്താദേ, ഇത് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു തന്നത് ഏതാണ്ട് 60-ലധികം സഹോദരങ്ങളാണ്. 6,666 രൂപ പറഞ്ഞത്. സംഘാടകർ മിനിഞ്ഞാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, 6,666 രൂപ പറഞ്ഞ പല ആളുകളും അത് 10,000-ഉം 25,000-ഉമായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തന്നു എന്ന്. സഹോദരങ്ങളെ, അള്ളാന്റെ യഥാർത്ഥ അടിമകൾ അവർ ദുനിയാവിലെ സുഖം ആസ്വദിക്കുന്നവരല്ല, അവര് സുഖം ആഗ്രഹിക്കുന്നവരല്ല. ഈ മുഅല്ലിമീങ്ങൾക്ക് 2,500 തികഞ്ഞിട്ടല്ല. അല്ലാഹുവേ, ഒരു നേരം വീട്ടിലൊരു രോഗം വന്ന എല്ലാ സമ്പത്തും തകർന്നു തരിപ്പണമാകും. എന്നിട്ട് ഈ സമുദായം മുഴുവനും അവർക്ക് മാന്യമായി ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ല. അവര് മാലയും ഒഴുതു തോന്നുന്ന പുരോഗമനത്തിന്റെ പിന്തിരിപ്പന്മാരെന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് മാലയും ഒഴുതു നോക്കിയിട്ട് കാശുണ്ടാക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാരും കള്ളക്കച്ചവടം ചെയ്യാൻ കെട്ടിട്ടില്ല. അവർക്ക് പിടിച്ചു പറിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അവർക്ക് പലിശയ്ക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അവർക്ക് കല്ല് കച്ചവടം നടത്താൻ കഴിയാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്കറിയാം അല്ലാഹുവിന്റെ അടിമകൾ. കാരണം സുലൈമാൻ ഉസ്താദ് ആയത്തോതി വെച്ചില്ലേ, അബ്ദുൽ ഹമീദ് മൗലവി ആയത്തോതിയില്ലേ, ലിൽ ഫുഖറാഇല്ലദീന വഹസറൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രബോധനത്തിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങുന്ന പാവപ്പെട്ടവർ, പ്രബോധനം ചെയ്യുന്നവരെന്നും പാവപ്പെട്ടവനാണ്. ഖുർആൻ അവനെപ്പോഴും പാവപ്പെട്ടവനായിരിക്കും, അവനെപ്പോഴും ഫക്കീറായിരിക്കും. ഖുർആൻ എന്ന് പറഞ്ഞതാണ്, അല്ലാഹ് പറഞ്ഞതല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫഇന്ന ഇബാദല്ലാഹി ലൈസൂ ബിൽ മുതനഖിമീൻ. അവരാരും അതിന് കടന്ന് സുഖലോലുപത ഇഷ്ടപ്പെട്ടവരല്ല. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ പറയൂലേ? അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. അവർക്ക് 2 ലക്ഷത്തിന്റെ കട്ടിൽ ഉണ്ടാവില്ല. അവരുടെ മക്കൾ ഇപ്പോഴും ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിലായിരിക്കും പഠിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആളുകൾ ഈ ചെറുപ്പക്കാരുടെ വിചാരം എന്താണെന്നറിയോ? ഈ ഉമ്മമാരുടെ വിചാരം എന്നറിയും, എന്റെ മോനെ ഇതുപോലെ ഒരു മൊയ്തേനാക്കിയ, എന്റെ മോനെ ഒരു ഹാഫിളാക്കിയ, അവൻ നാളെ ഇങ്ങനെ കഷ്ടപ്പെട്ടു വരില്ലേ? അവൻ മക്കൾക്ക് ഫീസ് അടയ്ക്കാൻ കഷ്ടപ്പെട്ടു വരില്ലേ? അവനിങ്ങനെ നടക്കേണ്ടി വരൂലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്റെ മോനെ എഞ്ചിനീയറോ MBBS എന്തെങ്കിലും ഒക്കെ ആക്കട്ടെ. അവൻ പിന്നെ ആരായി? അവൻ ദുനിയാവിലെ സുൽത്താനായി. പക്ഷെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം, നാളെ പരലോകത്ത് അല്ലാഹു എല്ലാരെയും വിളിക്കും, ഡോക്ടറെയും എഞ്ചിനീയറെയും ഈ ദുനിയാവിൽ സുഖിച്ചവരെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പാവപ്പെട്ട മുഅല്ലിമീങ്ങൾക്ക് ഒരു സുഖം വേണമല്ലോ. ദുനിയാവിൽ അവർക്ക് കഴിയുന്നില്ല, അപ്പൊ കഴിയുന്നൊരു സ്ഥലം ഉണ്ടാകണ്ടേ? എത്രയോ പാവപ്പെട്ടവർ
ദുനിയാവിന്റെ സുഖം അവർ അറിഞ്ഞിട്ടില്ല. അവരറിയട്ടെ. നാളെ ഈ പറയുന്ന എല്ലാ ആളുകളും ഉണ്ടാകുന്ന പിന്നീട് ഒരു ദിവസം തെളിയും. പിന്നീട് ഒരു ദിവസം മനസ്സിലാകും. ഇതെന്റെ ശബൽബാവു, അന്തരീക്ഷത്തെ പൊടിയൊക്കെ ഒന്ന് മാറട്ടെ, അന്തരീക്ഷം തെളിയട്ടെ. നീ ഇരിക്കുന്നത് കഴുതയുടെ പുറത്താണോ അതല്ല കുതിരയുടെ പുറത്താണോ എന്ന്. ഇപ്പൊ അന്തരീക്ഷം പൊടി പിടിച്ച് കിടക്കുക. ഇപ്പൊ നമ്മൾ വിചാരം ഞാൻ കുതിരപ്പുറത്താ, എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, എനിക്ക് നല്ല ബംഗ്ലാവുണ്ട്, എന്റെ മക്കളാരാ കാണ്ടങ്ങൾ ഇട്ടാൽ ഒരു പച്ചമുട്ട് പൊളപൊളങ്ങൾ വരും. ഞാനിപ്പോ കുതിരപ്പുറത്താ, മൂര്യാരോ കഴുതപ്പുറത്താ. കാരണം ഇപ്പൊ തിരികില്ല. കാരണം അന്തരീക്ഷത്തിൽ മൊത്തം പൊടിയാ. ഏത് പൊടി? ഭോഗതൃഷ്ണയുടെ പൊടി, ദുനിയാവിന്റെ പൊടി. അഖിലത്തിനെ സമസ്തേ ഹൃദയം കൊണ്ട് കണക്ക് കൂട്ടുന്നവന് മനസ്സിലാവില്ല. ഈ =mc², ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജ്ജം ഉണ്ടാക്കുന്ന കണക്ക് കൂട്ടിയിട്ട് ആ ഊർജ്ജം കൊണ്ട് ജീവിക്കാൻ വിചാരിക്കുന്നവന് മനസ്സിലാവില്ല. ഈ =mc², ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടാകുമ്പോൾ ഊർജ്ജം ഉണ്ടാവും. ആ ഊർജ്ജം കൊണ്ട് എനിക്ക് ദുനിയാവിൽ ജീവിക്കാൻ കരുതുന്നവന് മോനെ അത്രയും പറയാന് മാർഗവാനീസ് കോളേജിൽ വിട്ടു. ദ്രവ്യത്തിന് പരിവർത്തനം ഉണ്ടാകുമ്പോൾ ഊർജ്ജം ഉണ്ടാകും. അത്രയും പറയാനേ മാർഗവാനീസ് കോളേജിന് പറ്റൂ. ആ കിട്ടുന്ന ഊർജ്ജം നിന്റെ സഹോദരനെതിരെ വിനിയോഗിക്കുന്നവർക്ക് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ പള്ളിയിൽ മദ്രസകൾ വേണം. വേണ്ടേ? ഊർജ്ജം ഉണ്ടാക്കാമെന്ന് സയൻസ് പഠിപ്പിച്ചു. അത് നിന്റെ സഹോദരനെതിരെ വിനിയോഗിക്കുന്നത് പറയാൻ പള്ളിയുടെ മദ്രസ പാഠശാലകൾ വേണ്ടേ? അതില്ലാതായതുകൊണ്ടല്ലേ ആൽബർട്ട് ഐൻസ്റ്റീൻ, കുട്ടികൾക്കറിയാമല്ലോ, ആൽബർട്ട് ഐൻസ്റ്റീനാണ് ദ്രവ്യ പരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ആ സിദ്ധാന്തത്തിന്റെ പേരിലാണ് ആറ്റം ബോംബ് ഉണ്ടാക്കപ്പെട്ടത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്നത് കണ്ടപ്പോ ഐൻസ്റ്റീൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞില്ലേ, ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി പറക്കേണ്ടി വന്നാലും ഒരു ശാസ്ത്രജ്ഞനായിട്ട് എനിക്ക് പറക്കണ്ട എന്ന്. അത് ഭൗതികത മാത്രം പഠിച്ചവന്റെ ഗതികേടാൻ. ഇൻഷാ അല്ലാഹ് ശാസ്ത്രജ്ഞനാണോ വലുത് ദുനിയാവിൽ സുഖിക്കുന്നവൻ, അതല്ല ആരുമാണോ സുഖിക്കുന്നത് നമുക്ക് തിരിച്ചറിയാം. എവിടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിന്റെ ബാബി, നാളെ പരലോകത്ത് അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഈ ദുനിയാവിന്റെ സുഖലോലുപതയിൽ കിടന്നുറങ്ങിയവർ, 2 ലക്ഷം ശമ്പളം വാങ്ങിച്ചവർ, വാങ്ങിക്കുന്നതിന് പ്രശ്നമില്ല. അതിൽ നിന്ന് ഒരു തരി പോലും പാവപ്പെട്ടവന് കൊടുത്തിട്ടില്ല, ആലിന് കൊടുത്തിട്ടില്ല. കിട്ടിയത് മുഴുവനും അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും ആസ്വദിച്ച് തിന്നു കിടന്നവന്, ഈ ദുനിയാവിന്റെ മേലാപ്പിൽ കിടന്നവൻ, നാളെ പരലോകത്തവൻ വരുമ്പോ നാളെ പരലോകത്ത് ഈ ദുനിയാവിന് സുഖിച്ചവരോട് പറയപ്പെടും, അത് ദുനിയാ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലെ ഒരു ആയത്ത് ഓതി, ഈ ദുനിയാവിലെ പരമാവധി സുഖങ്ങൾ നിങ്ങൾ ആസ്വദിച്ചവരാണ്. ഒരു മനുഷ്യൻ ആസ്വദിക്കേണ്ട സുഖത്തിന്റെ പരമാവധി സുഖം നിങ്ങൾ ആസ്വദിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പരലോകത്തിന്റെ സുഖമില്ല, സ്വർഗത്തിന്റെ കട്ടിലില്ല, സ്വർഗത്തിന്റെ വെള്ളമില്ല, സ്വർഗത്തിന്റെ ഹുറുലികളില്ല. ഒരു മനുഷ്യൻ ആസ്വദിക്കേണ്ടതിന്റെ പരമാവധി ദുനിയാവിൽ ആസ്വദിച്ചു കഴിഞ്ഞു. പരലോകത്ത് നിങ്ങൾക്ക് ഒന്നും ബാക്കിയില്ലെന്ന് ഈ ദുനിയാവിലെ സുഖലോലുകന്മാരോട് പറയപ്പെടുന്നുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണം, ഒരു മനുഷ്യനെ സുഖിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നീ പരമാവധി ദുനിയാവിൽ സുഖിച്ചു കഴിഞ്ഞു. ഇനി ആദരത്തിലെ സുഖം ആർക്കാം? ആദരത്തിലെ സുഖം ആർക്കാം? ദുനിയാവിന് സുഖിച്ചു കഴിഞ്ഞാൽ സുഖിച്ചോട്ടെ, അള്ളാഹു തരുന്നതൊക്കെ വാങ്ങിച്ചോളി. അതിന് കൊടുക്കണ്ടേ? മറ്റൊന്നിനെ ഓർക്കണ്ടേ? സദക്കെ ഓർക്കണ്ടേ? പരമാവധി ഇവിടെ എനിക്ക് മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ, എന്നിലേക്ക് മാത്രം ഒതുങ്ങുന്നവർ, നാളെ പരലോകത്ത് അള്ളാഹു അവരോട് പറയും, വസ്ത്രം കഴിക്കും ബിഹ, ദുനിയാവിലെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു കടന്നു. നിങ്ങൾ എവിടെ പോകണം? നിങ്ങൾ ചെയ്തതിന്റെ പരിശാലപരമായി ഈ കത്തിക്കാളുന്ന നരകത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആദ്യത്തെ രാവിലെ വിഭാഗം പറയാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഭൂമിയിൽ നല്ല ബുദ്ധിമാനായിട്ട് ജീവിക്കണം. ഈ ഭൂമിയിൽ നല്ല ബുദ്ധിമാനായിട്ട് ജീവിക്കണം. അള്ളാഹു നല്ല ബുദ്ധിമാന്മാരിൽ ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നല്ല ബുദ്ധിമാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക. ഞാൻ പറഞ്ഞ തിരിയുന്നില്ലേ? ആളായ കുഴപ്പമൊന്നുമില്ല.